അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകുന്ന സ്ത്രീകളുടെ 7 അടയാളങ്ങൾ. ഈ 7 അടയാളങ്ങൾ സഹോദരിമാരെ നിങ്ങളിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൻ്റെ രാത്രി എന്താണ് പറഞ്ഞത് എന്നറിയുമോ? ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ നരകത്തിലുള്ളത് എന്നാണ്. അതിന് എന്താണ് കാരണമെന്നറിയില്ല, അല്ലാഹു ആലം. എന്നാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആരൊക്കെയാണ് സ്വർഗീയ സ്ത്രീകൾ എന്നാണ്. അതുകൊണ്ട് ഈ 7 അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഞാൻ പറയുന്ന ഈ 7 അടയാളങ്ങൾ നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ അടയാളങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകളുടെ ഒന്നാമത്തെ അടയാളമാണ് ഈമാനിൽ കലർപ്പില്ലാതെ അള്ളാഹുവിൽ ഉള്ള വിശ്വാസം. നിസ്കാരം ഒഴിവാക്കൂല, ദിക്ർ ഒഴിവാക്കൂല, എല്ലാ സമയത്തും ഈമാൻ വിട്ടിട്ടുള്ള ഒരു കളി അവർക്കുണ്ടാകില്ല. ഹറാം സംഭവിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യില്ല. ഹറാം സംഭവിക്കുന്ന സ്ഥലത്ത് നിന്നും അവർ പോകും, അവിടെ അവർ നിൽക്കില്ല. ഹറാം കാണില്ല, ഹറാം പ്രവർത്തിക്കില്ല. ഇന്നൊക്കെ നമുക്കറിയാം ഒരുപാട് സ്ത്രീകൾ, എന്തിനേറെ പറയുന്നു, പ്രായമായ 65ഉം 70ഉം പ്രായമുള്ള ഉമ്മമാരൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഡാൻസും പാട്ടും മറ്റ് കോപ്രായങ്ങളൊക്കെ കാണിച്ച് കൂത്താടുകയാണ്. ഒരു ലജ്ജയും അവർക്കില്ല. മക്കൾ, പേരമക്കൾ 65 70ഉമൊക്കെ പ്രായമായ ഉമ്മമാരാണ്. ഔറത്ത് വെളിവാകുന്ന വസ്ത്രമൊക്കെ ധരിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഡാൻസ് കളിക്കുന്നത്. ഇവരാണ് ഈ സമൂഹത്തെ ദുശീലങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് കണ്ടിട്ടാണല്ലോ അവരുടെ മക്കളും പേരമക്കളും ഈ ലോകത്തുള്ള മുഴുവൻ പെൺകുട്ടികളും കണ്ടു വളരുന്നത്. പ്രിയപ്പെട്ടവരെ, മക്കൾ നല്ല മക്കളാകാൻ, സ്വാലിഹീങ്ങളായ മക്കളാകാൻ, ദീനീ ബോധമുള്ള മക്കളായി വളരാൻ, പ്രിയപ്പെട്ടവരെ, അതിന് മാതാപിതാക്കളാണ് അവരുടെ ജീവിതത്തിൽ അവർ ജീവിച്ച് അവർക്ക് പ്രചോദനമായി കാണിച്ചു കൊടുക്കേണ്ടത്. ആ സമയത്ത് ഇപ്പോൾ പ്രായമായ ഉമ്മമാരൊക്കെ അവരുടെ ഔറത്ത് വെളിവാക്കി ഡാൻസ് ചെയ്ത് ഹറാമിൻ്റെ മാർഗത്തിലൂടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളായി വളരുക? റബ്ബ് സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകളുടെ ഒന്നാമത്തെ അടയാളമാണ് അവർക്ക് ഉറച്ച ഈമാനുണ്ടാകും, അള്ളാഹുവിൽ ഉറച്ച വിശ്വാസമുണ്ടാകും, ഹറാമുകൾ ചെയ്യില്ല. അവർക്കെപ്പോഴും അള്ളാഹുവിൽ ഒരു ചിന്തയുണ്ടാകും. അവരുടെ ഈമാൻ അവർ നഷ്ടപ്പെടുത്തില്ല. ഈ ഒരു അടയാളം ഉള്ള സ്ത്രീകൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പോകുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഈമാനോടുകൂടി ഒരു മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. അവർക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. ഇനി രണ്ടാമത്തെ സ്വർഗത്തിൽ പോകുന്നവരുടെ അടയാളമാണ് നിസ്കാരത്തെ സൂക്ഷിക്കുന്നവർ. ജീവിതം ഇനി എത്ര വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, വലിയ രോഗമാണ്, കടമാണ്, മക്കളുടെ വിവാഹപ്രായം എത്തിയിട്ടുണ്ട്, വിവാഹം ശരിയായിട്ടില്ല, മക്കളില്ല, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തും നിസ്കാരം കളാക്കാത്ത, നിസ്കാരം ഒഴിവാക്കാത്ത എത്രയോ ഉമ്മമാരുണ്ട്. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നാൽ ചില ആളുകളൊക്കെ നിസ്കരിക്കാൻ മടിക്കും. മാത്രമല്ല അവർ നിത്യവും ചെയ്യുന്ന ചില തൊഴിലുകളൊക്കെ അവർക്ക് ചെയ്യാൻ വലിയ മടിയായിരിക്കും, ഒരു ഉന്മേഷമുണ്ടാകില്ല, ആകെ മൂഡ് ഓഫ് ആയിരിക്കും. എന്നാൽ എത്ര വലിയ ടെൻഷനാണെങ്കിലും, എത്ര വലിയ മൂഡ് ഓഫിലാണ്, എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും നിസ്കാരം ഒഴിവാക്കില്ല. ഇത്തരത്തിൽ നിസ്കാരം ഒഴിവാക്കാത്ത ആളുകൾക്ക് സ്വർഗം ഉറപ്പാണ്. ചില ഉമ്മമാരൊക്കെയുണ്ട്, അവരെ കൂട്ടി ഒരു കല്യാണത്തിന് പോവുകയാണെങ്കിൽ
അല്ലെങ്കിൽ സൽക്കാരത്തിന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൂട്ടി ഒരു യാത്ര പോവുകയാണെങ്കിൽ ആ ഉമ്മമാർ ചോദിക്കും, എടാ മോനെ, പോകുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, നിസ്കാരം ഖളാ ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും അവർ വാഹനത്തിൽ കയറുക. അപ്പോൾ ആ ഉമ്മമാർക്ക് ദുനിയാവിലുള്ള എത്ര വലിയ ആഘോഷ പരിപാടിയേക്കാൾ അവർക്ക് മുഖ്യം അവരുടെ നിസ്കാരമാണ്. നിസ്കാരം ആ ഉമ്മമാർ ഒരിക്കലും ഖളാ ആക്കില്ല. ഉമ്മമാർ മാത്രമല്ല, ചെറിയ പ്രായമുള്ള സ്ത്രീകളുമുണ്ട് ഇത്തരത്തിൽ നിസ്കാരം ഒഴിവാക്കാത്തവർ. നിസ്കാരം ഒഴിവാക്കാത്ത ഇത്തരത്തിലുള്ള സ്ത്രീകൾ അവർ സ്വർഗത്തിൽ പോകും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം നിർബന്ധമാക്കിയിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സ്ത്രീ 5 വക്ത് നിസ്കരിച്ചു, പരിശുദ്ധമായ റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചു, അവരുടെ അവയവങ്ങൾ അവർ സൂക്ഷിച്ചു, അവരുടെ ഭർത്താവിനെ വഴിപ്പെട്ടു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ത്രീയോട് പറയും, നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ വാതിലുകളാണിത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കവാടങ്ങളിലൂടെയായാലും നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്ത്രീകളോട് പറയും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനി 3-ാമത്തെ അടയാളമാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ഭർത്താവിനെ വഴിപ്പെടുക എന്നതാണ്. ഭർത്താവിനെ വഴിപ്പെടുകയും ഭർത്താവിനെ അനുസരിക്കുകയും അവരോട് ഉച്ചത്തിൽ സംസാരിക്കാതിരിക്കുകയും വഴക്ക് കൂടാതിരിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യ നാളെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടവരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന് വേണ്ടി സുജൂദ് ചെയ്യാനുള്ള അവകാശമുണ്ടെങ്കിൽ ഞാൻ അത് ഭാര്യമാർ ഭർത്താവിന് വേണ്ടിയിട്ട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്ന്. അത്രക്കും ഭർത്താവിനെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം എന്നൊക്കെയാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു ഭാര്യയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ ഭർത്താവിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്നത് അത് സ്വർഗം പ്രതീക്ഷിച്ചിട്ടായിരിക്കണം. നിങ്ങൾക്ക് സ്വർഗം കിട്ടണം, ആ ഒരു ഉദ്ദേശത്തോടു കൂടി വേണം നിങ്ങൾ ഭർത്താവിന് സേവനം ചെയ്യാൻ. അങ്ങനെയുള്ള സഹോദരിമാർ, ഉമ്മമാർ, വലിയുമ്മമാർ ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് അവർ നാളെ സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉമ്മാക്ക്, വലിയുമ്മാക്ക്, നമ്മുടെ പെങ്ങന്മാർക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ പെൺമക്കൾക്ക് സ്വർഗം കിട്ടാനുള്ള തൗഫീഖ് നൽകട്ടെ. അവരുടെ ഭർത്താക്കന്മാരെ വഴിപ്പെട്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി 4-ാമത്തെ വിഭാഗം സ്ത്രീകളാണ്. അവർ അവരുടെ ശരീരത്തെ സൂക്ഷിക്കും, ലജ്ജയുള്ളവരായിരിക്കും, അവർ ഒരിക്കലും വ്യഭിചരിക്കില്ല, അന്യപുരുഷന്മാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടില്ല, വ്യഭിചാരത്തിൻ്റെ ഹറാമിൻ്റെ ഒരു നോട്ടം പോലും അവർ നോക്കില്ല, സോഷ്യൽ മീഡിയയിൽ ഔറത്ത് വെളിവാകുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ആടിയും കുഴഞ്ഞും ഡാൻസ് കളിക്കുന്നവരായിരിക്കില്ല അവർ ലജ്ജയുള്ളവരായിരിക്കും, അവർ സ്ത്രീത്വത്തെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലജ്ജ എന്നുള്ളത് ഈമാനിൻ്റെ അടയാളമാണ്. ലജ്ജയുള്ളവർ, ഈമാനുള്ളവർ നാളെ സ്വർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇനി സ്വർഗത്തിൽ പോകുന്ന 5-ാമത്തെ വിഭാഗം സ്ത്രീകളാണ്. ആരാധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി മക്കളെ പ്രാപ്തരാക്കുന്ന ഉമ്മമാർ. അതായത് നമ്മോടൊക്കെ കൂടുതലും നിസ്കരിക്കാൻ കൽപ്പിക്കൽ ഉമ്മമാരല്ലേ. നമ്മൾ രാവിലെ സുബഹിക്ക് എണീറ്റില്ലെങ്കിൽ വാതിലിന് വന്ന് മുട്ടി എണീൽപ്പിച്ച് സുബഹി നിസ്കരിക്കാൻ പറയൽ ഉമ്മമാരാണ്. അതുപോലെ നോമ്പ് നോക്കാൻ പറയും. ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും. എല്ലാ ഹറാമിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഉമ്മമാർ നമ്മെ കൽപ്പിക്കും. എന്നാൽ ഇതൊന്നും പറയാത്ത ഉമ്മമാരുണ്ട്. എന്നാൽ ഇങ്ങനെ നമ്മൾ നിസ്കരിക്കാൻ പറയാത്ത, നോമ്പ് നോക്കാൻ പറയാത്ത, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പറയാത്ത, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ പറയാത്ത ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ സ്വർഗത്തിലേക്കുള്ള ഉമ്മമാരല്ല. സ്വർഗത്തിൽ പോകുന്ന ഉമ്മമാർ
പ്രിയപ്പെട്ടവരെ, ഉറപ്പാണ് നിങ്ങളോട് നിസ്കരിക്കാൻ പറയും, നോമ്പ് നോക്കാൻ പറയും, ഇബാദത്തിൽ മുഴുകാൻ പറയും. നല്ല സ്വാലിഹായ മക്കളാകാൻ വേണ്ടി അവർ ആഗ്രഹിക്കും. മക്കളെ നന്നാക്കുക എന്നുള്ളത് ഒരു ഉമ്മയുടെ ഉത്തരവാദിത്യമാണ്. എത്ര ഉമ്മമാർ പറയുന്നുണ്ടാകും. ചില ഉമ്മമാർ മക്കൾ വലുതായാലും അവരോട് പറയും നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കൂ എന്നുള്ളത്. അത് ആ ഉമ്മ സ്വർഗത്തിൽ പോകുന്നതിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഉമ്മമാർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി സ്വർഗത്തിൽ പോകുന്ന 6ാമത്തെ വിഭാഗം ആളുകളാണ് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, വിഷമങ്ങൾ വരുന്ന സമയത്ത് ക്ഷമിക്കാൻ കഴിയുന്നവർ. അതായത് ഭർത്താവിന് ജോലിയില്ല, ജോലിയിൽ ശമ്പളമില്ല, ഭർത്താവിൻ്റെ ബിസിനസ് തകർന്നുപോയി, ദാരിദ്ര്യത്തിലായി, കടങ്ങൾ അധികരിച്ചു വരികയാണ്, പെൺമക്കളെ വിവാഹപ്രായം എത്തി, കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ ഭർത്താവിന് രോഗമാണ്, ഭർത്താവിനെ കൊണ്ടൊരു ഉപകാരവും നടക്കുന്നില്ല, കാരണം ഭർത്താവിന് അതിനുള്ള ശേഷിയില്ല. അതുപോലെ മക്കൾക്ക്, ഉപ്പാക്ക് ജീവിതത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമൊക്കെ പല ബുദ്ധിമുട്ടുകളും വരുന്ന സമയത്ത്, ജീവിതത്തിൽ തകർന്നു പോകുന്ന സമയത്ത് എല്ലാം ക്ഷമിച്ച് പുരുഷന്മാർക്കൊരു താങ്ങും തണലായി നിൽക്കുന്ന സ്ത്രീകളുണ്ടാകും. ഇത്തരത്തിൽ ക്ഷമിച്ച് സന്തോഷവും സമാധാനവും നൽകുന്ന സ്ത്രീകൾ സ്വർഗത്തിൽ പോവേണ്ടവരാണ്. അവരെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് സ്വർഗം നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ക്ഷമിക്കുന്നവർക്കുള്ള പ്രതിഫലം അത് കണക്കില്ലാത്തതാണ്, അനന്തമാണ്, അവസാനിക്കാത്തതാണ്. അതെന്താണ്? അത് സ്വർഗമാണ്. മാത്രമല്ല, ക്ഷമിക്കുന്നവർക്ക് ജീവിതത്തിൽ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മൾ ക്ഷമിച്ചു നോക്കൂ. എന്നാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നിന്ന് തന്നെ വലിയ വലിയ വിജയങ്ങൾ നൽകും. ക്ഷമ ഈമാനിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ ആരുടെയെങ്കിലും ശല്യത്തിലോ കുടുക്കിലോ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുക. എല്ലാത്തിനും റബ്ബ് സുബ്ഹാനഹു തആല പരിഹാരം നൽകും. എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് നൽകുന്നത് റബ്ബാണ്. റബ്ബിന് മാത്രമേ അത് ഇല്ലാതെയാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാം റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഇത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പരീക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ, ക്ഷമിച്ചു നിന്നാൽ തന്നെ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങിപ്പോകും. നിങ്ങൾക്ക് പിന്നീട് ഉന്നത വിജയം റബ്ബ് സുബ്ഹാനഹു തആല നൽകുന്നതാണ്. അല്ലാതെ ക്ഷമിക്കാതെ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ ചാടിക്കയറി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ, ആത്മഹത്യ ചെയ്താൽ, അല്ലെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ ആക്രമിച്ചാൽ, അതിന് നമ്മൾ പിന്നീട് നമ്മുടെ ഇഹലോകത്തും പരലോകത്തും നമുക്ക് വലിയ പരാജയമായിരിക്കും. ചിലപ്പോൾ ദുനിയാവിൽ മരണം വരെ നമ്മൾ വിഷമിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. ഒരു സെക്കൻഡുകൾ അല്ലെങ്കിൽ മിനിറ്റുകൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ക്ഷമ അത് നമുക്ക് നിർബന്ധമാണ് ജീവിതത്തിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ക്ഷമിക്കാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ പ്രവേശിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി 7ാമത്തെ വിഭാഗം സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകളാണ് ദുആഇനെ അധികരിപ്പിക്കുന്ന സ്ത്രീകൾ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, മക്കളുടെ കാര്യങ്ങൾ വരുന്ന സമയത്ത്, ഭർത്താവിൻ്റെ കാര്യം വരുന്ന സമയത്ത്, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് എന്തിനും ഏതിനുമാകട്ടെ അവർ ആദ്യം കൈ ഉയർത്തുക റബ്ബിലേക്കാണ്. അല്ലാതെ മറ്റാരെയും ആ സമയത്ത് അവർ തിരയില്ല. എല്ലാം റബ്ബിലേക്ക് അങ്ങേൽപ്പിക്കും. റബ്ബിനോട് പറയും. മക്കളുടെ പ്രസവ സമയത്ത് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ, അതുപോലെ തന്നെ മക്കൾക്ക് രോഗം വരുമ്പോൾ, മക്കൾക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ, വീട്ടിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികൾ കുടുക്കുകൾ വരുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ, അല്ലെങ്കിൽ വലിയുമ്മ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, ഇത്തരത്തിൽ സ്ത്രീകളായിരിക്കും അവർ ദുആ ചെയ്യുന്നതും അതുപോലെ തന്നെ നേർച്ചയാക്കുന്നതുമൊക്കെ. ഇതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ, അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ്. അവർക്ക് സ്വർഗം ഉറപ്പായതുകൊണ്ടാണ്, ഈമാൻ ഉള്ളതുകൊണ്ടാണ് അവർ എപ്പോഴും റബ്ബിനെ ഓർക്കുന്നതും ദുആ അധികരിപ്പിക്കുന്നതുമൊക്കെ. അവരുടെ പ്രതീക്ഷ സമ്പത്തിലോ പണത്തിലോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലോ അല്ലെങ്കിൽ അവരുടെ ജോലിയിലോ അവരുടെ മറ്റെന്തെങ്കിലും മേഖലകളിലോ ഒന്നുമല്ല, ഈ ദുനിയാവിലോ ഒന്നുമല്ല. അവർ എല്ലാം
റബ്ബ് സുബ്ഹാനഹു തആലയിലാണ് ബരമേൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവർ എന്തെങ്കിലും പ്രയാസങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ദുആ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ത്രീകൾ, സഹോദരിമാർ, ഉമ്മമാർ, വലിയുമ്മമാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവർ സ്വർഗത്തിലേക്കുള്ളവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവരെ സ്വർഗത്തിലാക്കും. സ്വർഗത്തിൽ പോകുന്നവരുടെ 7 അടയാളങ്ങളാണ് പറഞ്ഞത്. സ്വർഗത്തിൽ പോകുന്ന സ്ത്രീകളുടെ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.